നമ്മളിന്ന് വന്നിരിക്കുന്ന കുറേ തേങ്ങയൊക്കെയാണ്. അപ്പോൾ നമുക്ക് തേങ്ങയുടെ വെള്ളം വെച്ചിട്ട് വീട്ടിൽ തന്നെ വിനാഗിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വിനാഗിരി കൂടാണ്ട് ഫസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് കള്ളാണ്. അപ്പോൾ കള്ളും വിനാഗിരിയും വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് പേരൊക്കെ വീട്ടിൽ ഇത് ഈ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ തേങ്ങയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കരിക്കുമല്ല തേങ്ങയല്ലാത്തൊരു പരിവാണ്. അപ്പോൾ ഇത് എനിക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും, മുഞ്ഞി മാത്രമായിട്ട്. ഇപ്പോൾ തേങ്ങയിൽ ചെയ്യുന്നതാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. കരിക്കിൽ ചെയ്ത് അത്ര ഇതായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇവിടുത്തെ തേങ്ങയ്ക്ക് കട്ടി കുറവാണ് തോടിന്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് തേങ്ങകളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തോരം ഉണ്ടോ ഒരു തേങ്ങയുടെ വെള്ളം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണിത്. അപ്പോൾ ഇത് നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു സ്പൂൺ അടുത്ത് ഈസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് മിക്സ് ചെയ്യാനെടുക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് നല്ല രീതിയിൽ മിക്സ് ആവില്ല. അപ്പോൾ തിളച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് 1 സ്പൂൺ ഈസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈസ്റ്റ് നല്ലോണം മിക്സ് ആവും. ഇപ്പോൾ നിങ്ങൾ വെറും വെള്ളത്തിലേക്ക് ഇത് കലക്കി കഴിഞ്ഞാലും വർക്കിംഗ് ഉണ്ട്, പക്ഷേ ഇത് കറക്റ്റായിട്ട് മിക്സ് ആവില്ല, നമുക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ഈസ്റ്റ് ഇത്തിരി കുറയുന്നതാണ് നല്ലത്. ഇനി നമുക്ക് വേണ്ടൊരു മൺകലമാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും, പക്ഷേ കുറച്ചും കൂടി നല്ലത് മൺകലമാണ്. അപ്പോൾ മൺകലത്തിൽ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാനെടുത്തിപ്പോൾ ഏകദേശം 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇത്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ആ ഈസ്റ്റ് നമ്മൾ കലക്കി വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇനി ഇത് നമുക്ക് കെട്ടി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ബാക്ടീരിയ ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അടച്ചു വെക്കരുത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര, അതായത് ഷുഗർ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു ലിറ്ററിന് ഏകദേശം 300 ഗ്രാം ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ലിറ്ററിന് 600 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഷുഗർ. ഇനി നമുക്ക് വേണ്ടത് തോർത്താണ്. നമ്മുടെ തലയൊക്കെ തോർത്താൻ ഉപയോഗിക്കുന്ന ഒരു പുതിയ തോർത്ത് വേണം. ഇനി ആ തോർത്ത് വെച്ചിട്ട് ഇതിൻ്റെ വായഭാഗം മൂടിക്കെട്ടുക. ഇതിൻ്റെ അകത്തു നിന്ന് ബാക്ടീരിയയ്ക്ക് എയർ എടുക്കാനായിട്ട് തോർത്ത് അല്ലെങ്കിൽ തുണി, വൃത്തിയുള്ള തുണി തന്നെ കെട്ടി വയ്ക്കുക, വേറെ ഒന്നും ഉപയോഗിക്കരുത്. ഞാനിത് കെട്ടി വയ്ക്കാനായിട്ട് റബ്ബർ ബാൻഡാണ് 2 ഇടുന്നത്, ഫിക്സ് ആയിട്ട് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ റബ്ബർ ബാൻഡ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റായിട്ടിരുന്നോളും, അത് ഊരിയൊന്നും പോവില്ല. ഇനി ഇത് നമുക്കൊരു 12 മണിക്കൂർ വെറുതെ വെക്കണം. 12 മണിക്കൂറിന് ശേഷം ഇത് എടുത്തു കഴിയുമ്പോൾ കള്ളായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ മട്ടുണ്ടാവും, ആ മട്ട് എടുക്കരുത്, അടിയിൽ വേസ്റ്റ് അടിയും. വേസ്റ്റ് എന്ന് പറഞ്ഞത് ആദ്യം നമ്മളിട്ട ഈസ്റ്റിൻ്റെ ദ്രവിച്ചു പോകാത്ത ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കരുത്. ഇനി ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 12 മണിക്കൂറിന് ശേഷം ഇത് കിട്ടുന്നത് കള്ളാണ്. ഇനി നമുക്ക് ഇതുകൊണ്ട് വിനാഗിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ കാട്ടിയത്. അപ്പോൾ നിങ്ങളെ കാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഇത് ഒഴിച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ അടിയിലടിഞ്ഞിരിക്കുന്ന ആ മട്ട് ഊറ്റി മാറ്റണം. അങ്ങനെ ഒരു 45 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇത് വിനാഗിരി ആയിട്ട് മാറുന്നതാണ്. ഇത് ഭയങ്കര സേഫാണ്. നമ്മൾ വാങ്ങുന്ന സയൻറ്റിഫിക് വിനാഗിരി വെച്ച് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് സയൻറ്റിഫിക് വിനാഗിരിയാണ്. ഇതിന് നിസ്സാര വിലയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നത് അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു വില കുറഞ്ഞൊരു കെമിക്കലാണ്. അതും നമ്മുടെ സാധാരണ വെള്ളവുമായിട്ട് ചേരുമ്പോഴായിട്ടാണ് കലക്കി തരുന്നത് നമുക്ക്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നതാണ് സേഫ്. അല്ലെങ്കിൽ നാച്ചുറൽ വിനാഗിരി വാങ്ങാൻ കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കള്ള് അല്ലെങ്കിൽ ടോടി, അത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പണ്ടുള്ള ആൾക്കാരൊക്കെ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുക, ഭയങ്കരമായിട്ട് ഗുണം ഭയങ്കര കൂടുതലായിരിക്കും. മറ്റേത് വളരെയധികം കെമിക്കലാണ്, നിസ്സാര വിലയുള്ളൂ. നിങ്ങൾക്ക് പ്യൂർ കള്ള് കിട്ടുവാണെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. തേങ്ങാ വെള്ളം വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്, എങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.